എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു നിരൂപകനൊന്നുമല്ല. പക്ഷേ ഒരു സിനിമ കഴിഞ്ഞ ദിവസം OTT-യിലാണ് കണ്ടത്. അത് കണ്ട് ഏകദേശം പകുതിയോളം ആയപ്പോൾ ആദ്യത്തെ ദിവസം കറണ്ട് പോയി. അപ്പം ഞാനത് പിന്നീട് കറണ്ട് വന്നപ്പോൾ ഞാനത് കാണാനിരുന്നില്ല. പിറ്റേ ദിവസം അത് കണ്ടു, തീർത്തു. ആദ്യത്തെ ദിവസം കണ്ട പകുതി നന്നായിരുന്നു. അതിൻ്റെ പറഞ്ഞിരിക്കുന്ന കഥ പറയുന്ന രീതി എല്ലാം നന്നായിരുന്നു. രണ്ടാമത് കണ്ടപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ കുറച്ചുകൂടി നന്നായി. പിന്നീട് ആ സിനിമ എങ്ങനെയൊക്കെയോ ഭയങ്കര ട്വിസ്റ്റുകൾ നിറച്ച് മുമ്പോട്ട് കൊണ്ടുപോയായിരുന്നു. അതിൽ ഹരിശ്രീ അശോകൻ്റെ ക്യാരക്ടർ, പുള്ളിക്കാരനാണ് ശരിക്കും ഈ സിനിമ ഒരു എൻഡിങ് നല്ല രീതിയിലാക്കിയത്. പുള്ളിക്കാരനില്ലായിരുന്നെങ്കിൽ, പുള്ളിക്കാരൻ്റെ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളില്ലായിരുന്നെങ്കിൽ അവിടെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഓക്കെ, പറഞ്ഞു വന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് അൻസാർ എന്നല്ലേ അയാളുടെ പേര്? അൻസാർ അല്ലേ? ജേർണലിസ്റ്റ്. പുള്ളിക്കാരൻ കോളേജ് കാലഘട്ടത്തിൽ അഞ്ജലിയുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അത് ആ സമയത്ത് എന്തോ അച്ഛൻ എതിർത്തിരുന്നു, അഞ്ജലിയുടെ അച്ഛൻ എതിർത്തിരുന്നു. പിന്നെന്ത് ബ്രേക്കപ്പ് ആവുക എന്തോ ചെയ്തിരുന്നു. അതിനുശേഷം കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട്. വളരെ വലിയൊരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അത്രയും നല്ല സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നു. അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അഞ്ജലിയെ വീണ്ടും കണ്ടുമുട്ടിയത് മുതൽ അയാൾക്കെന്തോ പ്രശ്നങ്ങൾ. അത് സിനിമയിൽ കണ്ടത് കൊണ്ട് എനിക്ക് മനസ്സിലായത്, ഒരേ ഒരു പ്രാവശ്യമേ അയാളുടെ ഭാര്യ ചോദ്യം ചെയ്തിട്ടുള്ളൂ. അത് അയാൾ അന്ന് മറ്റ് അഞ്ജലിയുടെ അച്ഛൻ്റെ സഹപ്രവർത്തകരായ പോലീസുകാർ വണ്ടിയിലിട്ട് ഇടിക്കുകയും എന്നിട്ട് പുറത്ത് തള്ളി ഇടുകയും ഒക്കെ ചെയ്ത ആ ദിവസം വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആഹാരം കഴിക്കുന്നതിനെ ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അതിനുശേഷം ഫോണിൽ അഞ്ജലിയുടെ കോള് ഭാര്യ കാണുന്നു. അതിനുശേഷം ഉണ്ടായ ആ ചോദ്യങ്ങളിൽ എന്തൊരു അസ്വാഭാവികത. ആദ്യമായിട്ടാണ് പുള്ളിക്കാരി ആ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടി ഒരു 100 പ്രാവശ്യം ഇതിനു മുൻപ് ചോദിച്ചിരുന്ന ഒരാളുടെ ചോദ്യത്തിനോട് കാണിക്കുന്ന അസഹിഷ്ണുത നിറഞ്ഞ ഉത്തരങ്ങൾ നൽകിയിട്ട്, അത് കാണുമ്പോൾ എവിടെയോ എന്തോ ഒരു പ്രശ്നമുള്ളത് തോന്നുന്നു. എനിക്കതാണ് തോന്നിയത്. ആ അസഹിഷ്ണുത അതവിടെ വേണ്ടായിരുന്നു. അതിന് വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൂടായിരുന്നോ? അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയത്. എന്നിട്ട് അഞ്ജലിയുമായി കാറിലിരിക്കുന്ന സീൻ കാണിക്കുമ്പോൾ എന്തൊരു നാടകീയമായ ഉത്തരങ്ങളാ. എന്താ പറഞ്ഞത് അയാൾ? കൂൾ ഡൗൺ. എന്ത് എനിക്കൊന്നും മനസ്സിലായില്ല.
ആ ഡയലോഗുകൾക്കൊന്നും ഈ ഇയാളുടെ ഇയാൾ അഭിനയിച്ച വേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളെ ഇങ്ങനെയാണോ ഉപയോഗിക്കാൻ സാധിച്ചത് ഡയറക്ടർക്ക്? ഏഹ് നല്ല സിനിമകൾ അഭിനയിച്ച വ്യക്തിയല്ലേ? ഏം, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് റിയൽ പേരെനിക്ക് ഏഹ്, കിട്ടുന്നില്ല. പോട്ടെ, അതിനകത്ത് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആം, അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. ഏഹ്, പക്ഷേ ഇത് വളരെ മോശമായി. അദ്ദേഹത്തിന് വെറും ഒരു ഏഹ്, വെറും ഡയലോഗ് പോലും പറയാൻ അറിയാത്തൊരു വ്യക്തിയായിട്ട് ഇനി അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആം, ഇത്രയൊക്കെ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ പറയണോ? അതിനകത്ത് സെക്കൻഡ് ഹാഫിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ആഹ്, ഒ- ആ സിനിമയിൽ അവിടം വരെ തുടർന്ന് വന്ന ആ ഉദ്വേഗം, ഉദ്വേഗജനകം എന്നൊക്കെ പറയില്ലേ, നമ്മളെ ആങ്ഷ്യസ് ആക്കി വെക്കില്ലേ, ക്യൂരിയോസിറ്റി. ആങ്ഷ്യസ്നേക്കാൾ നല്ല വാക്ക് ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റി നമ്മളിൽ നിന്ന് കളഞ്ഞ എനിക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല. ആ ക്യൂരിയോസിറ്റി അവിടെ കൊണ്ട് നഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ ആ സിനിമയുടെ അവസാനം വരെ ഞാൻ ഇരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അവസാനം ഒരു 5-10 മിനിറ്റ് ഞാൻ 5 മിനിറ്റോ 10 മിനിറ്റോ എന്തോ എനിക്ക് കാണാനേ തോന്നിയില്ല. എന്തുകൊണ്ടെന്ന് എനിക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം. ഇനി ഇത് ശ്രദ്ധിക്കാതെ കണ്ട ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. സോറി, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു.